നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. കലിയുഗത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമ്മൾ നോക്കുന്നിടത്ത് മുഴുവൻ കലിയാണ്, നമ്മൾ നോക്കുന്നിടത്ത് മുഴുവൻ നാശങ്ങളാണ്, നമ്മൾ നോക്കുന്നിടത്ത് മുഴുവൻ കഷ്ടകാലങ്ങളാണ്. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ TV ന്യൂസ് കണ്ടാൽ, പേപ്പർ ന്യൂസ് കണ്ടാൽ സങ്കടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്കുണ്ടാവും. ശരിക്കും ഈശ്വരവിശ്വാസിയായ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമുക്ക് ദുഃഖം പങ്കുചേരുന്ന ഒരാൾക്കും സങ്കടപ്പെടാനുള്ള ഒരുപാട് 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 കാഴ്ചകളും കേൾവികളും നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കലിയുഗത്തിന്റെ ശക്തി കൊണ്ട്, കലിയുടെ ശക്തി കൊണ്ട്, കലിയുടെ ദുരിതങ്ങൾ കൊണ്ട് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. സമ്പൂജ്യരായി നിൽക്കുന്ന ആൾക്കാരെ അധിക്ഷേപിക്കുന്നവരെ കാണാം, ദേവന്മാരെ പുച്ഛിക്കുന്നവരെ കാണാം, ക്ഷേത്രങ്ങളെ പുച്ഛിക്കുന്നവരെ കാണാം, ആചാരങ്ങളെ പുച്ഛിക്കുന്നവരെ കാണാം, മാതാപിതാക്കളെ പുച്ഛിക്കുന്നവരെ കാണാം. നമ്മുടെ എന്താ പറയണേ, ഞാനാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ അറിയുന്നതാണ് ശരി, നിങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന അഹങ്കാരം നിറഞ്ഞ ഒരുപാട് വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണാം. അപ്പൊ ഈ പറയുന്ന ഇത് മുഴുവൻ, ഇവരുടെ ഈ പാപഭാരം മുഴുവൻ വന്ന് ഇവരുടെ മേളിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുക. അവരറിയുന്നില്ല. അത് കാലാനുഗർത്തത്തില് കുറച്ചുകൂടി സഞ്ചരിച്ചു കഴിയുമ്പോൾ ഈ പാപഭാരത്താൽ അവരുടെ കുടുംബത്തിലും അവരുടെ കുട്ടികളിലും അതിന്റെ ദുരിതാംശങ്ങൾ വന്നു ചേരണം. ഒരുപാട് 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 അനുഭവങ്ങളാണ്. പണ്ട് ഒരു കുടുംബത്തില് എന്താ പറയണേ, ഒരു വളരെ കേമായി നിൽക്കുന്ന ഒരു കുടുംബത്തില് എന്താ പറയണേ, താമ്പൂല പ്രശ്നം വെക്കാനിടയായി. അപ്പോ അവരുടെ കുട്ടിക്ക് ഈ വലത് കൈക്ക് സ്വാധീനമില്ല. അതാണ് എന്തുകൊണ്ട് അങ്ങനെ പറ്റി നമ്മുടെ കുടുംബത്തിൽ. ഇനി അടുത്ത കുട്ടിക്ക് അങ്ങനെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് താമ്പൂല പ്രശ്നം വെക്കണം. പ്രശ്നം വെച്ച് നമ്മളിങ്ങനെ പുരാണമൊക്കെ തപ്പി ചെന്നപ്പോ എന്താ സംഭവിച്ചേ? അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കള്ളനാണ്. അപ്പൊ രാത്രി കക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി കിടന്നുറങ്ങുവാണ്. ആ കുട്ടിയുടെ കൈ കണ്ടിച്ചിട്ട് ഈ വള ഊരിക്കൊണ്ടുപോകുന്നു. അതിന്റെ ശാപം മകന്റെ മകനാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ പറയണ പോലെ അതിന്റെ ആ കഥയുടെ ഞാൻ അർത്ഥം പറഞ്ഞത്, ആ വ്യക്തി പറയണത് അതെന്താ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആ ചെയ്ത പാപം പരമ്പരയിലേക്ക് ലഭിച്ചു. അപ്പൊ നമ്മൾ ഓരോ കർമ്മത്തിലും നമ്മൾ ഈ ഓരോരുത്തരെയും നമ്മൾ അധിക്ഷേപിക്കുമ്പോഴും, ഓരോരുത്തരെ നമ്മൾ കളിയാക്കുമ്പോഴും, ഓരോ സ്ഥലത്ത് നമ്മുടെ രോക്ഷം കൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും, ഓരോ സ്ഥലത്ത് കോപം കൊണ്ട് നമ്മൾ അലറുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് മുഴുവൻ ഓരോ പാപങ്ങളായി, ഓരോ സങ്കടങ്ങളായി, ഒരു ദുരിതങ്ങളായി നമ്മുടെ പേരിൽ എഴുതി വെക്കപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് വേണ്ടി അത് മാറ്റി വെക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മ പോലും നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. അത് കലിയുഗത്തില് സ്വാഭാവികമായി എല്ലാവർക്കും പ്രതികരണശേഷി കൂടുതലാണ്. കലിയുഗത്തെ എല്ലാവർക്കും സമാധാനത്തിന്റെ ഭാവത്തെക്കാൾ കൂടുതൽ ദേഷ്യത്തിന്റെ ഭാവമാണ്. ഞാനാണ് ശരി, ഞാനാണ് നല്ലത്, ഞാൻ കറക്റ്റാണ്, ബാക്കി എല്ലാവരും മോശമാണെന്നൊരു ഭാവം ഒരുപാട് പേരിൽ നിലകൊള്ളുന്നുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ രാശിയൊക്കെ വെക്കാൻ പറഞ്ഞാൽ ഈശ്വരാധീനം ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ മാസത്തിൽ ഒന്നേ അമ്പലത്തിൽ പോകുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾ വർഷങ്ങളായിട്ട് ഗൾഫിലായിരിക്കും. പക്ഷെ പുള്ളിക്ക് പെട്ടെന്ന് പറയും, എനിക്ക് ദൈവാധീനമില്ല, ദൈവം ഇല്ലെന്നാ പറയണേ. അപ്പൊ ദൈവത്തോടാണ് പുച്ഛം. മനസ്സിലാവും. ദൈവത്തിനെ ചീത്ത പറയാൻ പോലും മടിയില്ല. കാരണം എന്നാൽ ആ തിരുമേനി അതെന്തുകൊണ്ടാണ്, ഞാനിനി എന്താ ചെയ്യേണ്ടത്, ഞാനിനി പരിഹാരം ചെയ്യാം, എനിക്ക് ഈശ്വരാധീനം വേണം ഈശ്വര ഭഗവാനെ എന്നല്ല നിൽക്കണേ. എന്നാൽ ദൈവത്തിനൊന്നും ശക്തിയില്ല. അപ്പൊ ദൈവങ്ങളെ മുഴുവൻ ഒറ്റയടിക്ക് തള്ളി പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ പറയുന്ന ആളെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കേമനാണ്, എന്നെ ഈശ്വരൻ അനുഗ്രഹിച്ചില്ല, അയാൾ വിവരം അറിയുന്നതായി അവരുടെ ഭാവം. അപ്പൊ ആരായി പ്രതി എന്ന് ആലോചിച്ച് നോക്കും. ഇങ്ങനെയുള്ളവരെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ നമ്മുടെ പരമ്പരയിലെ ഓരോ കാലത്തും സംഭവിച്ചിരിക്കുന്ന ഈ ദുരിതങ്ങളും സങ്കടങ്ങളും പലപ്പോഴും പല കാര്യങ്ങളും നമുക്കറിയില്ല. നമ്മുടെ അച്ഛന്മാരും മുത്തശ്ശന്മാരും അതിന്റെ മുത്തശ്ശന്മാരും വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ തെറ്റ് ചെയ്യുന്നതിന്റെ ഫലം മുഴുവൻ പരമ്പരകളിലേക്ക് കടന്നു വരികയാണ്. ഈ പരമ്പരകളിലേക്ക് കടന്നു വരുന്ന ദുരിതങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾക്ക് നിർബന്ധമായും ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എല്ലാരും മോശക്കാരാക്കുക എന്നൊരു ഉദ്ദേശം ഒന്നും അതിനകത്തില്ല. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കുടുംബപരമായി നിൽക്കുന്ന, പൂർവികമായി നിൽക്കുന്ന ആചരണത്തിലുള്ള, കർമ്മത്തിലുള്ള അല്ലെ ശാപതാപാദികൾ ഉണ്ടെങ്കിൽ അതിന് ശക്തമായി നമുക്ക് സംരക്ഷണം ചെയ്യാനും പാപത്തിൽ നിന്നും മോചനം കിട്ടാൻ മഹാവിഷ്ണു അതികേമനാണ്, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമഃശിവായ ജപം. നമഃശിവായ ജപം കൊണ്ട് കൈലാസനാഥനായി നിൽക്കുന്ന, ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പാതാരബിന്ദങ്ങളെ അഭയം പ്രാപിച്ചുകൊണ്ട്, ഭഗവാനെ ഞാനോ എന്റെ പരമ്പരയിലോ ചെയ്തിരിക്കുന്ന സർവ്വ തെറ്റുകളും പുറത്ത് എന്നെ സംരക്ഷിക്കണേ, എന്നെ കയത്തിലേക്ക് കടത്തിവിടരുതേ, ആ ദുരിതത്തിലേക്ക് എന്നെ മാറ്റരുതേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് മഹാദേവന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ച് ആ മഹാദേവന്റെ അദ്ദേഹത്തിന്റെ കാൽക്കലേക്ക് അങ്ങ് വീഴുക. എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് കഷ്ടമാണ്, എനിക്ക് ദുരിതമാണ്, എനിക്ക് സങ്കടമാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനൊരു കാരണമുള്ളൂ. ഈ പറയുന്ന മുൻകാലങ്ങളിൽ എപ്പോഴോ ചെയ്തിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെ ചെയ്ത ഈ ആക്ഷേപകരമായി നിൽക്കുന്ന അഹങ്കാരത്തിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അല്ല, കർമ്മങ്ങളിൽ സംഭവിച്ചെന്ന അപര്യാപ്തതയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് അതിന് രക്ഷ നേടാനായിട്ട് ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനെ പ്രാർത്ഥിക്കുക. നമഃശിവായ 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 അങ്ങനെ ജപിച്ച് മഹാദേവന്റെ പ്രീതിക്ക് പാത്രമായി കഴിഞ്ഞാൽ കാലാന്തരത്തിൽ സംഭവിച്ചിരുന്ന പല ദുരിതങ്ങൾക്കും, പല അതിക്രമങ്ങൾക്കും, പല കഷ്ടതകൾക്കും, പല ഉപദ്രവങ്ങൾക്കും പരിഹാരമാണ്. സംശയമൊന്നും വേണ്ട. അതിപ്പം ഭർത്താവിനെ അപഹാസ്യമാക്കുന്ന ഭാര്യയായാലും ശരി, ഭാര്യയെ മർദ്ദിക്കുന്ന ഭർത്താവായാലും ശരി, കുട്ടികളെ വേണ്ട വിധത്തിൽ നോക്കാത്ത അച്ഛനമ്മമാരായാലും ശരി, മാതാപിതാക്കളെ വേണ്ട രീതിയിൽ നോക്കാത്ത മക്കളായാലും ശരി, എവിടെയായാലും ആ മഹാദേവന്റെ കാൽക്കലേക്ക് നമ്മൾ അഭയം പ്രാപിച്ചോളൂ. നമഃശിവായ ജപം കൊണ്ട്, നമഃശിവായ എന്ന് പറയുന്ന പുണ്യമായ പുഷ്പം കൊണ്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുക. നമഃശിവായ എന്ന് പറയുന്ന പുണ്യമായ പുഷ്പം കൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ അർച്ചിക്കുക. നമഃശിവായ ജപം കൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കുക. നമഃശിവായ ജപം കൊണ്ട് അദ്ദേഹത്തെ നമസ്കരിക്കുക. നമഃശിവായ ജപം കൊണ്ട് മനസ്സുകൊണ്ട് പൂജ കഴിക്കുക. ആ നമഃശിവായയിലൂടെ ഉറപ്പാണ് ഏതൊരു കഷ്ടകാലത്തിലും, ഏത് കലിയുഗത്തിന്റെ ശക്തിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും. ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവൻ, ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന മഹാദേവൻ കൈ കുമ്പിളിൽ ഭക്തരെ എടുത്തു മാറ്റിയിരിക്കും. അവനെ കയ്യിൽ കൊണ്ട് നടക്കും. അപ്പൊ അതുകൊണ്ട് നമഃശിവായ ജപത്തിന്റെ പ്രാധാന്യം അതിഗംഭീരമാണ്, അതികേമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമഃശിവായക്ക്, പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ, കഷ്ടകാലത്തിൽ നിന്ന് കഷ്ടകാലത്തിലേക്ക് പോകുന്ന സമയത്ത്, ദുരിതങ്ങളിൽ പോകുമ്പം ഒരിക്കലും നമ്മൾ ചെയ്തതാകില്ല. എവിടെയൊക്കെയോ സംഭവിച്ച തെറ്റുകളാണ്. നമുക്ക് നമ്മുടെ പൂർവികരെ കുറ്റം പറയാനുള്ള അവകാശങ്ങളോ അധികാരങ്ങളോ നമുക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അറിയാതെ വരുന്ന തെറ്റുകളാവാം നമ്മുടെ ദുരിതങ്ങളിൽ കിടക്കുന്നത്. അറിയാതെ വരുന്ന തെറ്റുകളാവാം നമുക്ക് നഷ്ടമായി വരുന്നത്. ആ തെറ്റുകൾക്ക് പൂർണ്ണമായി നിൽക്കുന്ന മോചനം നൽകാനായിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ ഈ ജപം കൊണ്ടുള്ള അഭിഷേകം, ജപം കൊണ്ടുള്ള അർച്ചന, ജപം കൊണ്ടുള്ള പൂജ, ജപം കൊണ്ടുള്ള സങ്കീർത്തനങ്ങൾ, അങ്ങനെ മഹാദേവനെ സന്തോഷിപ്പിച്ച് ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ഭഗവാന്റെ കരുണ, അനുഗ്രഹം നിങ്ങളിലേക്കും കുടുംബത്തേക്കും വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് തുടങ്ങുകയാണ് വളരെ ശുഭകരമായി നിൽക്കുന്ന, പ്രകാശങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഒരു കാൽവയ്പ് വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമഃശിവായയുടെ ജപത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഭഗവാനെ സ്മരിക്കുക മാത്രമല്ല, ലോകത്തെ സർവ്വചരാചരങ്ങളുടെ സംരക്ഷണത്തിലും മഹാദേവൻ കാരണഭൂതനാണ്. സർവ്വചരാചരങ്ങളെ സംരക്ഷിക്കുകയാണ്. ഏതൊരു സങ്കടത്തിന്റെയും വളരെ ഗംഭീരമായ മാറ്റത്തിന്റെ കാരണഭൂതനാണ്. അതുകൊണ്ട് വളരെ ചെറുതായിട്ട്, വളരെ ലഘുവായിട്ട് ജപിക്കാവുന്നതും സാധാരണഗതിക്ക് കാലും മുഖം കഴുകി വരെ പെട്ടെന്ന് ജപിക്കാവുന്നതുമാണ് നമഃശിവായ 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 നമഃശിവായ. അങ്ങനെ ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന സങ്കടങ്ങൾക്ക് മുഴുവൻ അറുതികളാണ്, ഈ പറയുന്ന സങ്കടങ്ങൾക്ക് മുഴുവൻ മാറ്റങ്ങളാണ്. ഒന്നു മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെ അനുസരണക്കേടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ
അദ്ദേഹത്തിന്റെ സൽ സ്വഭാവത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനും സൽ ചിന്തകളിലേക്ക് കൊണ്ടുവരാനും നമഃശിവായ ജപിച്ച് മഹാദേവനോട് പ്രാർത്ഥിക്കുക. എന്റെ മോനെ അല്ലെ എന്റെ ഭർത്താവിനെ, എന്റെ മോളെ സൽസ്വഭാവം കൊടുത്ത് ഭഗവാനെ എനിക്ക് തിരിച്ചു തന്നെ എന്ന് പ്രാർത്ഥിച്ചോളൂ. അച്ചിട്ടായിരിക്കും ഫലം. അത്രയ്ക്ക് കേമാണ്. ഞാൻ ഇത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ശാപാദികളെയും ദുരിതങ്ങളുടെയും കഥകളെ പറഞ്ഞുള്ളൂ. മഹാദേവന്റെ കഥകൾ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് നമഃശിവായ ജപത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ മറ്റൊരു വലിയ ദിവ്യമായ അനുഗ്രഹ വർഷം തന്നെയാണ്. ദിവ്യമായ അനുഗ്രഹം തന്നെയാണ്. അതിഗംഭീരം തന്നെയാണ്. അതികേമത്വം തന്നെയാണ്. അതുകൊണ്ട് നമഃശിവായ ജപം കൃത്യമായി ഒരിക്കലും മുടക്കാതെ നമ്മൾ സംരക്ഷിച്ചോളൂ. അത് വളരെ ഗംഭീരമാണ്. വളരെ നന്മയിലേക്കുള്ള വഴിയാണ്. നമസ്കാരം. ഗോവിന്ദ നമ്പൂരി.